ഇന്നത്തെ ജിയോ പൊളിറ്റിക്സിൽ വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങളാണ്. സംഭവം പറയുന്നില്ല, യൂറോപ്പിൻ്റെ വിഷയം പരിതാപകരമാണ്. അമേരിക്കയുടെ ഉള്ളിൽ തന്നെ ട്രംപിന് ചെരുപ്പടി കൊടുക്കുന്ന പോലെയുള്ള സ്റ്റേറ്റ്മെൻ്റാണ് ശരിക്കും അമേരിക്കയുടെ ഉള്ളിലുള്ള കോൺഗ്രസ്മാൻ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ബ്രിങ്സ് മണി ടു അമേരിക്ക, അതായത് ഇന്ത്യ അമേരിക്കയ്ക്ക് വരുമാനം നേടിത്തരുമ്പോൾ പാകിസ്ഥാൻ ഒന്നും തന്നെ തരുന്നില്ല, പിന്നെ എന്തിനാണ് ട്രംപ് പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് നടക്കുന്നത് എന്നുള്ള ചോദ്യവുമായിട്ട് വന്നിരിക്കുകയാണ് അമേരിക്കയുടെ റിപ്പബ്ലിക്കൻ പാർട്ടി കോൺഗ്രസ്മാൻ റിച്ച് മാക്കോർമിക്. പുള്ളിക്കാരനാണ് ഈ ഒരു മാസ് ഡയലോഗ് പറഞ്ഞത്. ഇന്ത്യയെക്കുറിച്ച് വലിയ രീതിയിലുള്ള ഒരു പ്രസ്താവന തന്നെ പുള്ളിക്കാരൻ പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് ഒരു ഇന്ത്യക്കാരൻ പോലും അവിടെ സംസാരിക്കാൻ മടി കാണിച്ചിരുന്ന പല വിഷയങ്ങളും പുള്ളിക്കാരൻ കോട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇന്ത്യയുടെ പ്രാധാന്യം എന്താണ്, ഇന്ത്യ അമേരിക്കയ്ക്കുള്ളിൽ നടത്തുന്ന കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ്, ഇന്ത്യൻ യുവാക്കൾ അതായത് സ്കിൽഡ് ആൻഡ് എലിജിബിൾ ആയിട്ടുള്ള നോളജബിൾ പേഴ്സൺ ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ആയി വരുന്നത്. അല്ലാതെ എനിക്ക് എവിടെയെങ്കിലും കുറച്ച് കിടക്കാൻ സ്ഥലം തരുമോ എന്ന് പറഞ്ഞിട്ട് ഈ മിഡിൽ ഈസ്റ്റ് ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നോ ഇങ്ങനെ കടന്നു കയറി വരുന്നത് പോലെ നോളജ് ഇല്ലാത്ത ആൾക്കാരല്ല ഇന്ത്യയിൽ നിന്ന് കയറി വരുന്നത് എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ വ്യക്തമായി ട്രംപിന് മനസ്സിലാക്കി കൊടുക്കാൻ ഇനി വേറെ ഒരാളും ഇതിനെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് പറയേണ്ടതില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ലിൻസി ഗ്രഹാം ഒക്കെ മാറി നിൽക്കണം. അതുപോലത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. പുള്ളിക്കാരൻ CSIS എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്, അവിടെ നടത്തിയ സ്പീച്ചാണിത്. സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് ഇവിടെ നടത്തിയ സ്പീച്ചിലാണ് പുള്ളിക്കാരൻ ഈ വിഷയം പറഞ്ഞു വെച്ചത്. അതായത് ഇത് റിപ്പബ്ലിക്കൻ കോൺഗ്രസ്മാൻ ആണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഡെമോക്രാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ട്രംപിനെ തള്ളിക്കളയാം, പക്ഷേ റിപ്പബ്ലിക്കൻ തന്നെ ഇത് പറയുമ്പോഴത്തേക്കും ട്രംപിന് തള്ളിക്കളയാൻ പറ്റില്ല. ട്രംപ് കൃത്യമായിട്ട് ഇതിന് മറുപടി കൊടുക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ ട്രംപിന്റെ പോളിസികളെ വിമർശിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമേരിക്കൻ പാസം കൊണ്ടുവരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരൊക്കെ നമ്മളെന്തോ അമേരിക്കൻ വിരോധിയാണെന്ന മട്ടിലാണ് അവർ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ നമ്മൾ അമേരിക്കയ്ക്കെതിരല്ല. ഏതൊരു ഭരണകർത്താവും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോളിസികളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ജിയോ പൊളിറ്റിക്കലി പല രാജ്യങ്ങളെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന പല പോളിസികളും ഗ്ലോബലി തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള പോളിസികളാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ പോളിസി ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇപ്പം അമേരിക്കയുടെ ഉള്ളിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള കോൺഗ്രസ്മാൻ തന്നെയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഞാൻ ക്രിട്ടിസൈസ് ചെയ്താലല്ലേ പ്രശ്നമുള്ളൂ. ഇപ്പം അമേരിക്കയിലെ ട്രംപിന്റെ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ എലോബറേറ്റഡ് ആയിട്ട് പുള്ളിക്കാരൻ ഈ വിഷയം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് പാകിസ്ഥാനും ഇന്ത്യയും പോലത്തെ പാർട്ട്ണർഷിപ്പ് അല്ല. അത് മറിച്ച് പുള്ളിക്കാരന് വിയോജിപ്പുള്ള മേഖലകളായിട്ട് താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ, അതുപോലെ വിസ റെസ്ട്രിക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ, മാർക്കറ്റ് ആക്സസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രശ്നത്തിൽ, ബോർഡർ അലയൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, ഇതിലെല്ലാം തന്നെ പുള്ളിക്കാരന്റെ വിയോജിപ്പ്, പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ട് അമേരിക്ക എടുത്തിരിക്കുന്ന നയത്തിൽ പുള്ളിക്കാരന്റെ വിയോജിപ്പ് പുള്ളിക്കാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയും US തമ്മിൽ ഏതാണ്ട് $200 ബില്യൺ വർത്ത് വരുന്ന ട്രേഡ് സർപ്പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്ക അതിനൊരു ഫുൾ സ്റ്റോപ്പ് വയ്ക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സ്പീഡ് ബ്രേക്കർ കൊണ്ടുവരുന്ന രീതിയിൽ അതിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ രണ്ട് രാജ്യങ്ങളുടെയും വ്യാപാര വിപണി ഇതിനേക്കാളും ഉയരങ്ങളിൽ എത്തേണ്ടതുണ്ട്. ആ ഒരു കാലഘട്ടത്തിലേക്കാണ് ട്രംപ് അതിനൊരു തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നതായിട്ട് പുള്ളിക്കാരൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിലൂടെ US ഇമ്മൻസ്ലി ബെനിഫിറ്റഡ് ഫ്രം ഇന്ത്യ എന്നും കൂടി ചേർത്ത് പറയുന്നുണ്ട്. സെക്ടേഴ്സ് ലൈക്ക് ടെക്നോളജി, ഹെൽത്ത് കെയർ, അതുപോലെ എഞ്ചിനീയറിംഗ്, പ്രൊഫഷണൽ സ്റ്റാഫ്സ്, കീ റോൾ ഇൻ സിലിക്കൺ വാലി, അതുപോലെ AI ടെക്നോളജിയിലുള്ള കോൺട്രിബ്യൂഷൻസ്, സെമി കണ്ടക്ടർ മേഖലയിലുള്ള കോൺട്രിബ്യൂഷൻസ്, അതേപോലെ ഫാർമസ്യൂട്ടിക്കൽ, ഈ മേഖലകളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ സംസാരിച്ചത്. ഇത് ഇപ്പം ട്രംപിന്റെ കണ്ണ് തുറക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ട്രംപ് എങ്ങനെയാണ് ഇതിനെയൊക്കെ നോക്കിക്കാണുന്നുള്ളത് നമുക്കറിയാത്ത കാര്യങ്ങളാണ്. പിന്നെ രണ്ടാമത്തെ വിഷയം, അതുപോലെ പുള്ളിക്കാരൻ സോ ക്വാഡ് സബ്മിറ്റ് ഇതേപോലെയുള്ള പല വിഷയങ്ങളും കൂട്ടിച്ചേർത്ത് പുള്ളിക്കാരൻ ഒരു വലിയ ബ്രീഫായിട്ടുള്ള ഒരു ഡിസ്കഷൻ തന്നെയാണ് ചെയ്തത്. ഇനി നമ്മളിപ്പം അതുമായിട്ട് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നില്ല. കാരണം ഇവിടെ യൂറോപ്പ് നൂല് പൊട്ടിയ പട്ടം പോലെ കിടന്ന് ഇങ്ങനെ ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ട് അലഞ്ഞു തിരിയാണ്. അതാണ് അവസ്ഥ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ജിയോ പൊളിറ്റിക്സിൽ യൂണിലാറ്ററൽ റിലേഷൻഷിപ്പാണ് ഏറ്റവും കൂടുതൽ അമേരിക്ക ആവശ്യപ്പെടുന്നത്. പക്ഷേ യൂറോപ്പ് റഷ്യ കുറച്ച് ഡോമിനേറ്റ് ചെയ്തിരുന്ന സമയത്ത് റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ബൈലേറ്ററൽ എന്നുള്ള മാതൃകയിലാണ് അത് ഉണ്ടായിരുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ബ്രിക്സുമായിട്ട് ചേർന്നുകൊണ്ട് അതൊരു മൾട്ടിലേറ്ററൽ എന്നുള്ള നിലയിലാണ് അതിനെ ആക്കി തീർക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ജിയോ പൊളിറ്റിക്സ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത് ഈ മൾട്ടിപോളാർ അഥവാ മൾട്ടിലേറ്ററൽ എന്ന് പറയുന്ന ആ ഒരു സിദ്ധാന്തത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസും സ്വീകാര്യതയും കിട്ടുന്നത്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളായിക്കോട്ടെ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായിക്കോട്ടെ, ഗ്ലോബലി തന്നെ, അതായത് ആഗോളതലത്തിൽ പ്രിഡോമിനൻ്റ്ലി ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്നത് ഈ മൾട്ടിപോളാർ മൾട്ടിലേറ്ററൽ ഡിപ്ലോമസിക്കാണ്. അപ്പോൾ അതാണ് ഇന്ത്യ പോലത്തെ രാജ്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്ന ആശയം. അതുകൊണ്ടാണ് ബ്രിക്സിന് ഇത്രയും പ്രാധാന്യം കിട്ടുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത ബ്രിക്സ് ഇന്ത്യയിലാണ്. അപ്പോൾ ഇതിനെയാണ് മാക്രോൺ ചൂണ്ടിക്കാണിച്ചത്. എന്താണ്, നെക്സ്റ്റ് ബ്രിക്സ് നടക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞാൽ റഷ്യയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇടയിൽ, വെസ്റ്റേൺ രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു മീഡിയേറ്റർ ആയിട്ട്
ആക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ക്ഷണം കിട്ടിയിട്ടുണ്ട്. ക്ഷണം കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ തീർച്ചയായിട്ടും ബ്രിക്സിൽ പങ്കെടുക്കണമെന്നുള്ള താല്പര്യമാണ് യൂറോപ്യൻ യൂണിയൻ പ്രകടിപ്പിക്കുന്നത്. ഇതിൽ ഒരു കാരണമുണ്ട്. ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻസിന് ബുദ്ധി ഉണ്ടെങ്കിൽ അവർ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ട്രാപ്പിൽ നിന്നും വെളിയിൽ വരാൻ ശ്രമിക്കേണ്ടതാണ്. അവർ ഇതിന് വേണ്ടിയിട്ട് തുനിയുമോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഈ വെസ്റ്റേൺ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ അവരെല്ലാം തന്നെ മുതുകിൽ കുത്താൻ നല്ല മിടുക്കന്മാരാണ്. ഇപ്പോൾ അമേരിക്ക ഇന്ന് ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഉർസുല ഫോൺ ഡർ ലൈൻ, യൂറോപ്യൻ യൂണിയൻ്റെ കമ്മീഷണറായിട്ടുള്ള ഉർസുല ഫോൺ ഡർ ലൈൻ്റെ നേതൃത്വത്തിൽ ഒരു 6-7 റെപ്രസെൻറ്റേറ്റീവുമായിട്ട് പോവുകയാണ് അമേരിക്കയിൽ ട്രംപിനെ കാണാൻ. ട്രംപ് കസേരയിട്ട് മേശയിൽ ഡൈനിങ് ടേബിളിൽ ആ ഹെഡ് ചെയറിൽ ഇരിപ്പുണ്ട്. ബാക്കി അപ്പുറത്തിപ്പുറത്തായിട്ട് 6 പേരൊക്കെ ഇരിക്കുന്നുണ്ട്. ഇരുന്നിട്ട് സംസാരം തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അതായത് ട്രംപ് പറഞ്ഞു വെക്കുന്നത് വെച്ചാൽ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നാറ്റോ രാജ്യങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം കഷ്ടപ്പാടുകൾ, മീൻസ് അമേരിക്ക എത്രമാത്രം ഡെഡിക്കേറ്റീവായിട്ട് എന്തൊക്കെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് ഈ നാറ്റോയെ സംരക്ഷിച്ച് നിർത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. എന്നിട്ടും ഞാൻ ജസ്റ്റ് ഒരു ഗ്രീൻലാൻഡിനെ ചോദിച്ചപ്പോൾ നിങ്ങൾ തരുന്നില്ല എന്ന മട്ടിലാണ് സംസാരിച്ചത്. പക്ഷേ അപ്പോഴത്തേക്കും യൂറോപ്യൻ സൈഡിൽ നിന്ന് അവർ റെസ്പോണ്ട് ചെയ്തത്, സാർ ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം ശരിയാണ്, പക്ഷേ രാജ്യത്തിന് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് തരാൻ കഴിയുക എന്നുള്ള നിലയിലാണ് അവർ റെസ്പോണ്ട് ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞത് എന്താണ് ഗിവ് ആൻഡ് ടേക്ക്, നിങ്ങൾ എന്താണ് അമേരിക്കയ്ക്ക് തന്നിട്ടുള്ളത്? അമേരിക്കയാണ് 70% നാറ്റോയിലെ കോൺട്രിബ്യൂഷൻ. അങ്ങനത്തെ സാഹചര്യത്തിൽ ഞാനാണ് നിങ്ങളുടെ എല്ലാവരുടെയും സെക്യൂരിറ്റി ഉറപ്പുവരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്ക ഇല്ലാന്നുണ്ടെങ്കിൽ റഷ്യ നിങ്ങളെല്ലാം അങ്ങ് വിഴുങ്ങിക്കളയും എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളുമായിട്ടാണ് ട്രംപ് ഇവരെ ഗണ്ണിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പുടിൻ ഓൾറെഡി തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ആരുമായിട്ടും യുദ്ധത്തിനൊന്നും പോകുന്നില്ല, അവരാണ് ഇവിടെ പ്രധാനമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ ഞാൻ എന്നോ സമ്മതം അറിയിച്ചതാണ്. പിന്നെയും ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ യൂറോപ്പ് ഇടപെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് പുടിന്റെ സൈഡിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റ്. പക്ഷേ ഇപ്പം അമേരിക്കയും ഉക്രൈനെ പോലെ തന്നെ യൂറോപ്പിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഞാനില്ല എന്നുണ്ടെങ്കിൽ, അതായത് സെലൻസ്കിയും ട്രംപും ഒരേ ലാംഗ്വേജിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അതായത് ഞാനില്ലെങ്കിൽ യൂറോപ്പിനെ റഷ്യ അങ്ങ് വിഴുങ്ങും. ഇപ്പൊ ട്രംപ് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാനില്ല എന്നുണ്ടെങ്കിൽ, അമേരിക്ക ഇല്ല എന്നുണ്ടെങ്കിൽ റഷ്യ യൂറോപ്പിനെ അങ്ങ് വിഴുങ്ങും. ഇതാണ് പൊതുവിൽ ഇപ്പം രണ്ട് സൈഡിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. യൂറോപ്പ് ശരിക്കും ആരുടെ തണലിലാണ് ജീവിക്കുന്നത്? ഒരു പരിധിവരെ ഇവരെ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ, റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയതോടുകൂടി യൂറോപ്പിന് ശരിക്കും റഷ്യയുടെ മാർക്കറ്റ് അടഞ്ഞു കഴിഞ്ഞു. റഷ്യയുടെ മാർക്കറ്റ് അടഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? റഷ്യയുടെ മാർക്കറ്റ് തുറക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? റഷ്യയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം. അതിനൊരു മീഡിയേറ്റർ ആയിട്ട് ശരിക്കും ഇന്ത്യയാണ് ഇപ്പോൾ ഇവർ നോക്കി കാണുന്നത്. യൂറോപ്പ് ശരിക്കും ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അവർക്കിപ്പോൾ മാർക്കറ്റ് വേണം. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിന് മാർക്കറ്റ് ഇല്ലാതെ പോയത് റഷ്യയുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതുകൊണ്ടാണ്. യൂറോപ്പിന് റഷ്യൻ മാർക്കറ്റ് ഓപ്പൺ അല്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഇവർക്ക് റഷ്യൻ മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഒരു ബൈപോളർ ഡിപ്ലോമസിയിലേക്ക് ഇവർക്ക് പോകാൻ കഴിയും. കാരണം റഷ്യയുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റഷ്യ വീണ്ടും ഒരു പവർ ഗെയിൻ ചെയ്ത് ഒരു സെക്കൻഡ് പവറായിട്ട് തന്നെ മുന്നോട്ട് വരും. പക്ഷേ അതേ സമയത്ത് ഒരു ബാലൻസിങ് പവറായിട്ട് റഷ്യയും അമേരിക്കയും നിർത്തിക്കൊണ്ട് യൂറോപ്പിന് മുന്നോട്ട് പോകാൻ സാധിക്കും. അതേസമയം ചീപ്പറായിട്ടുള്ള ഓയിൽ സപ്ലൈ ഒക്കെ ഇവർക്ക് കിട്ടും. ഇനിയിപ്പോൾ ഇവർ യൂറോപ്പ് റഷ്യയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്താൽ തന്നെയും പുടിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഇവർ ഏത് നേരത്ത് വേണമെങ്കിലും തിരിഞ്ഞു പോത്തും എന്നുള്ളത് 100% ഉറപ്പായിട്ടും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പുടിൻ 3 കണ്ടീഷൻ വെക്കും. ആ 3 കണ്ടീഷനിൽ ഒന്ന്, നമ്പർ 1, ഈ പൈപ്പ് ലൈൻ ഉണ്ടല്ലോ, റഷ്യയിൽ നിന്നും ഗ്യാസോലിൻ കടന്നു പോകുന്ന പൈപ്പ് ലൈൻ ഉണ്ട്. ആ പൈപ്പ് ലൈൻ ഇപ്പോൾ ഇവരൊക്കെ പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. ആ പൊട്ടിച്ചിട്ട പൈപ്പ് ലൈനുകളെല്ലാം ഒന്ന് ശരിയാക്കുക, നമ്പർ 1. അത് നിങ്ങളുടെ ചെലവിൽ തന്നെ ശരിയാക്കണം. റഷ്യ അതിന് ഫണ്ട് തരില്ല, നമ്പർ 1. രണ്ടാമത്, ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ നിങ്ങൾ ഇടപെടരുത്, നമ്പർ 2. ഈ ഗ്യാസോലിൻ അത് വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാം. നിലവിൽ നമുക്ക് ഇങ്ങനെ ഒരു 3 വിഷയങ്ങളിൽ തുടങ്ങാം. ഇതാണല്ലോ നിങ്ങളുടെ സർവൈവലിന്റെ ബേസിക്. കാരണം കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ഗ്യാസോലിൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ഓക്കെയാണ്. നിങ്ങളുടെ ഇൻഡസ്ട്രി നല്ല രീതിയിൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് റഷ്യൻ മാർക്കറ്റിൽ അതിനെ വിറ്റഴിക്കാൻ കഴിയും. അതുപോലെ തന്നെ മറ്റുള്ള മാർക്കറ്റുകളിലും നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ആ സാഹചര്യത്തിന് നിങ്ങൾ വഴിയൊരുക്കുക. അല്ലാതെ കൂടുതലായിട്ട് അടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് റഷ്യയുടെ നിലപാട്. അത് പുടിൻ അങ്ങനെ തന്നെയാണ്. പുടിൻ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. കാരണം ഇവരുടെ സൈഡിൽ നിന്നും ഏത് നേരത്തും തിരിച്ചടി കിട്ടും. നാളെ തന്നെ ട്രംപ് വിളിച്ചിട്ട് താരിഫ് ഒന്നുമില്ല, ഒരു താരിഫില്ല, ഒന്നുമില്ല, നിങ്ങൾ ഗ്രീൻലാൻഡിനെ എനിക്ക് തരണ്ട, യൂറോപ്പുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് ഒറ്റ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ മതി. ഇവറ്റകളെല്ലാം തന്നെ ഓടിച്ചെന്ന് ട്രംപിന്റെ കാലിനടിയിൽ വീണ് കിടക്കുക. ഇതാണ് സംഭവം. അതുകൊണ്ട് റഷ്യ കുറച്ച് കോഷ്യസ് ആയിട്ടാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുക. അതുകൊണ്ടാണ് ഇവർക്ക് ഇന്ത്യയെ പോലത്തെ രാജ്യങ്ങളൊക്കെ ആവശ്യം വരുന്നത്. പിന്നെ യൂറോപ്പിന് അടുത്ത മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയാണ് അവർ അടുത്ത് നോക്കുന്നത്. പക്ഷേ ചൈനയിൽ ഒരിക്കലും ഇവർക്ക് ഡോമിനേഷൻ കിട്ടത്തില്ല. ചൈന മാസ് പ്രൊഡക്ഷൻ്റെ ആൾക്കാരാണ്. അതുകൊണ്ട് അവരടുത്ത് പോയിട്ട് യൂറോപ്യൻസ് ഇനി പ്രൊഡക്ഷൻ ചെയ്ത് അങ്ങോട്ട് വിറ്റുകളാന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ചൈന ഇവരെക്കാളും വലിയ മാനുഫാക്ചറായിട്ട് വളർന്ന് പന്തലിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ആഗോളതലത്തിൽ ഗ്ലോബലി 30% മാനുഫാക്ചറിങ് ഡോമിനേറ്റ് ചെയ്യുന്നത് ചൈനയാണ്. ആഗോളതലത്തിലുള്ള ഗ്ലോബൽ ഷെയർ ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്രമാത്രം ഒരു വലിയ മാർക്കറ്റാണ് ചൈന. അപ്പോൾ അവിടെ യൂറോപ്പിന് ഹോപ്പില്ല. പിന്നെ അടുത്തുള്ളത് ഇന്ത്യയാണ്.
ഇന്ത്യയിൽ അവർക്ക് ഒരുപാട് സാധനങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കും. കെമിക്കൽസ് ആയിക്കോട്ടെ, അതുപോലെ ഫെർട്ടിലൈസേഴ്സ്, ഇങ്ങനെ പല സംഗതികളും അവർക്ക് വിറ്റഴിക്കാൻ സാധിക്കും. പക്ഷേ ലക്ഷറി ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇന്ത്യക്കുള്ളിൽ കൂടുതലായിട്ട് ഇവർക്ക് വിറ്റഴിക്കാൻ സാധിക്കില്ല. വലിയ വലിയ ബിസിനസ് കോടീശ്വരന്മാർ, അംബാനിമാർ, ഇവരൊക്കെ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ ലക്ഷറി ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ട ഹാൻഡ് ബാഗ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ കപ്പാസിറ്റി ഉള്ളത്. മറ്റുള്ള ഇന്ത്യയിലുള്ള സാധാരണക്കാരൊന്നും ഇമാതിരിപ്പെട്ട സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ലക്ഷറി പ്രൊഡക്ഷൻസിന് ഇന്ത്യക്കുള്ളിൽ സാധ്യതയില്ല. അതിനുള്ള മാർക്കറ്റ് അമേരിക്കയാണ്. അപ്പോൾ ആ അമേരിക്കയിലാണ് ഇപ്പം ട്രംപ് 10% താരിഫ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 8 രാജ്യങ്ങൾക്കാണ് താരിഫ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആരൊക്കെയാണ് 8 രാജ്യങ്ങൾ ഡെൻമാർക്കിനോടൊപ്പം ചേർന്ന് ഗ്രീൻലാൻഡിലേക്ക് സോൾജേഴ്സിനെ അയച്ചത്? ആ 8 രാജ്യങ്ങൾക്കുമാണ് താരിഫ്. അപ്പോൾ ഈ താരിഫ് കൊടുത്ത സ്ഥിതിക്ക് ഫെബ്രുവരി 1-ാം തീയതി മുതൽ ഈ താരിഫ് നിലവിൽ വരും. ഓൾറെഡി തന്നെ 15% താരിഫ് ഉണ്ട്. അതിനോടൊപ്പമാണ് ഇപ്പോൾ ഈ 10%. അപ്പോൾ 25% ആയി. ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനിയിപ്പം ജൂലൈ മുതൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 25% അധിക താരിഫ് വരും, അധിക തീരുവ. അങ്ങനെ വരുന്ന സമയത്ത്, കാരണം ഇവരിത് ഒബേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? ഇവരുടെ സ്റ്റീലും കാര്യങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് വല്ലാത്ത രീതിയിൽ അഫക്റ്റ് ചെയ്യപ്പെടും. കാരണം അമേരിക്കയുടെ ഉള്ളിൽ ഇവർക്ക് 50% താരിഫുമായിട്ട് ഇവരുടെ സ്റ്റീൽ പ്രോഡക്ട്സ് ഒന്നും തന്നെ അങ്ങോട്ട് കയറ്റി വയ്ക്കാൻ പറ്റത്തില്ല. റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അത് വല്ലാത്ത രീതിയിൽ ഇവർക്ക് തിരിച്ചടി ഉണ്ടാക്കും. ഇനിയിപ്പോൾ യൂറോപ്പിന്റെ മുന്നിൽ എന്താണ് ഓപ്ഷൻ? എന്താണ്? ഓപ്ഷൻ ഒന്നുമില്ല. ഗ്രീൻലാൻഡിനെ അങ്ങ് കൊടുക്കുക, ഇതാണ് ഓപ്ഷൻ. വേറെ ഓപ്ഷൻ ഇല്ല. ട്രംപ് ഇങ്ങനെ കൃത്യമായിട്ടുള്ള പ്രഷർ ഇടും. ഇന്ത്യക്ക് 50% താരിഫ് ആണെങ്കിലും ഇന്ത്യ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന്റെ കാരണം ഇന്ത്യയുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ് അത്രമാത്രം സ്ട്രോങ് ആയതുകൊണ്ടാണ്. അതുപോലെ ഇന്ത്യക്കുള്ളിലുള്ള പോപ്പുലേഷൻ, ഇതാണ് ഇന്ത്യയുടെ സ്ട്രെങ്ത്. അപ്പോൾ ഇത് ശരിക്കും യൂറോപ്പിനില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് യൂറോപ്പ് കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാം. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻലാൻഡിനെ അമേരിക്കയ്ക്ക് കൊടുക്കേണ്ടി വരും. ഇതാണ് നിലവിലെ അവസ്ഥ. ഇപ്പം യൂറോപ്പ് ശ്രദ്ധിക്കുന്നത് മാർക്കറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ആ ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ചൈനയെ നോക്കുന്നത്, ഇന്ത്യയെ നോക്കുന്നത്, ബ്രസീലിലേക്ക് പോകുന്നത്, പല പല കാര്യങ്ങളും ചെയ്യാൻ അവർ ശ്രമിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ ഓടി നടക്കുകയാണ്. ബ്രസീലിലേക്ക് പോവാം, ഇന്ത്യയിലേക്ക് പോവാം, ഇനി എങ്ങനെയെങ്കിലും റഷ്യയെ കൺവിൻസ് ചെയ്തേക്കാം. മെർസ് ഫ്രെഡറിക് പറയുകയാണ് റഷ്യ യൂറോപ്പിന്റെ ഭാഗമാണ്. ഇപ്പോഴും നമ്മൾ ഏഷ്യൻ കോണ്ടിനെന്റിൽ കിടക്കുന്ന രാജ്യമാണെന്ന് കരുതിയാൽ പോലും അത് യൂറോപ്യൻ കോണ്ടിനെന്റിനോട് ചേർന്ന് കിടക്കുന്ന രാജ്യമാണെന്നൊക്കെ മെർസ് ഫ്രെഡറിക് പറഞ്ഞു വെക്കുകയാണ്. ഇപ്പൊ എല്ലാവർക്കും യുദ്ധം തുടർന്നാലും ഒരു കുഴപ്പമില്ല, ഇവർക്ക് റഷ്യയുടെ എണ്ണ വേണം, റഷ്യയുടെ എണ്ണ വളഞ്ഞ വഴി കൂടെ റിഫൈൻ ചെയ്ത് വേണം, അതിനൊന്നും ഇവർക്ക് യാതൊരുവിധ കുഴപ്പമില്ല. ഇവർ തന്നെയാണ് വാർ മെഷീനെ ഫീഡ് ചെയ്യുന്നത്. ആര്? യൂറോപ്പ്. ഇന്ത്യയും റഷ്യൻ എണ്ണ റിഫൈൻ ചെയ്ത് യൂറോപ്പിന് തന്നെയാണല്ലോ കൊടുത്തത്. അപ്പം ഇൻഡയറക്ട്ലി യൂറോപ്പ് തന്നെയാണ് വാർ മെഷീനെ ഫീഡ് ചെയ്യുന്നത്. റഷ്യയുടെ വാർ മെഷീനെ ഫീഡ് ചെയ്യുന്നത് യൂറോപ്പാണ്. ലിൻസി ഗ്രഹാമിന് തലയ്ക്കൊരു തേങ്ങ വീണ് കഴിഞ്ഞാൽ ശരിയാവുന്ന കാര്യമുള്ളൂ. ആൾക്ക് കൃത്യമായിട്ട് ഡീപ്പ് ലെവലിൽ ചിന്തിക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ടാണ് ഇന്ത്യയൊക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് അമേരിക്കയുടെ തൊട്ടടുത്ത് കാനഡ കിടപ്പുണ്ട്. ഈ കാനഡ ഇപ്പം ചൈനയുമായിട്ട് അഗ്രികൾച്ചർ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായ എഗ്രിമെന്റുകൾ സൈൻ ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. ഈ കാനഡയിൽ ഏറ്റവും കൂടുതൽ പന്നി മാംസം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചൈനക്കാരാണെങ്കിൽ ഇതാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ ഈ സംഗതി ശരിക്കും പറഞ്ഞാൽ കാനഡയിൽ അതിൻ്റെ മീറ്റ് വല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ തല ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈ തലയ്ക്കാണെങ്കിൽ ചൈനയ്ക്കുള്ളിൽ ഭയങ്കര മാർക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തല ഇപ്പോൾ കയറ്റിവയ്ക്കാൻ വേണ്ടിയിട്ട് കാനഡയിലുള്ള പന്നി ഫാമേഴ്സിനൊക്കെ ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്. മാർക്ക് കെർണിയുടെ ചൈന സന്ദർശനം കാനഡയിലുള്ള പന്നി ഫാമേഴ്സിന് നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ ആയിട്ടുണ്ട്. അവരിപ്പോൾ എങ്ങനെയെങ്കിലും തല വാങ്ങിക്കാനെങ്കിൽ ആൾ കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് തല കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ഇപ്പം കാനഡ. അതുപോലെ തന്നെ കാനഡയിലെ കാർഷിക ഉൽപ്പാദനങ്ങൾ ചൈന വാങ്ങിച്ചോളാം എന്നുള്ള വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. ബ്രസീലിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സോയാബീനൊക്കെ അവർ വാങ്ങിക്കുന്നത്. ഇപ്പം കാനഡയിൽ നിന്ന് വാങ്ങിക്കാൻ അവർ സമ്മതം അറിയിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് മാർക്ക് കെർണിക്ക് കിട്ടിയ ലോട്ടറി. അപ്പോൾ അതുകൊണ്ട് മാർക്ക് കെർണി വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. പക്ഷേ ഇപ്പം ചൈനയുടെ കാനഡ കടന്നുകയറ്റത്തിന് ഏറ്റവും കൂടുതൽ ആശങ്കയോടെ നോക്കിക്കാണുന്നത് അമേരിക്കയാണ്. അമേരിക്കയുടെ സൈഡിൽ നിന്ന് ഓൾറെഡി തന്നെ ഇതിനെതിരെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വന്നു കഴിഞ്ഞു. കാനഡ നിങ്ങൾ ദുഃഖിക്കും, ഞങ്ങൾ കൃത്യമായിട്ട് ഇതിനെതിരെ നടപടിയെടുക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ചൈനയിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റുകൾ എന്തൊക്കെയുണ്ടോ ഇതിനു മുമ്പ് US-ൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത് അതെല്ലാം തന്നെ ഇപ്പം അതിന്റെ ഡിമാൻഡ് കുറയും. അതിന്റെ ഡിമാൻഡ് കുറയുമ്പോഴത്തേക്ക് കാനഡയിൽ നിന്നും അമേരിക്കയിലേക്ക് പോകുന്ന ഓർഡറുകളൊക്കെ ഇനിയിപ്പോൾ കുറയും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ വരുന്ന ബ്രിക്സ് മീറ്റിംഗിൽ യൂറോപ്യൻ യൂണിയന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ പങ്കെടുക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും റഷ്യയുമായിട്ടൊരു മീഡിയേഷൻ സാധ്യമാകുന്നെങ്കിൽ, റഷ്യയുടെ മാർക്കറ്റ് യൂറോപ്പിന് വേണമെന്ന് തോന്നുന്നെങ്കിൽ അവിടെ ഡീ ഡോളറൈസേഷന് വേണ്ടിയിട്ടുള്ള അടുത്ത ഘട്ട നടപടി തുടങ്ങുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ട്രംപിന് ഇത് കത്തിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. യൂറോപ്യൻ യൂണിയൻസിന് ഇത് ഒട്ടും തന്നെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവരിനി എന്തെങ്കിലുമൊക്കെ ചെറിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള ചെറിയ ചെറിയ നക്കാപ്പിച്ചകളുടെ ഓഫേഴ്സ് അമേരിക്കയുടെ സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവര് മൂക്കും കുത്തി അങ്ങോട്ട് വീഴും. അതാണ് ഇവരുടെ പ്രശ്നം. ആ പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇതുവരെ സ്വയം പര്യാപ്തതയിൽ എത്താൻ പറ്റാത്തത്, പ്രത്യേകിച്ചും ഡിഫൻസ് മേഖലയിൽ. ഇല്ലെങ്കിൽ യൂറോപ്പ് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യൂറോപ്പിനാണോ ഇവർക്ക് സ്വയം പര്യാപ്തത നേടാൻ പറ്റാത്തത് ഈ ഡിഫൻസ് മേഖലയിൽ? അപ്പോൾ ഇത് ഇവരുടെ കഴിവുകേടാണ്. ഇതവർ തിരിച്ചറിയുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല.
അഥവാ യൂറോപ്പ് കൃത്യമായിട്ട് ഈ എടുത്ത ഡിസിഷനിൽ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട മൾട്ടിലാറ്ററൽ ഡിപ്ലോമസിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് രക്ഷയുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ എക്കാലത്തും അമേരിക്കയുടെ അടിമയായിട്ട് തന്നെ ഇവർ തുടരേണ്ടി വരും. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മളിങ്ങനെ വാദോരാതെ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങൾക്ക് തിരിയുന്നുണ്ടോ എന്നുള്ളതിലാണ് ഇതിന്റെ കാര്യം കിടക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഇവർ ബൈപോളാർ ഡിപ്ലോമസിയിലേക്കെങ്കിലും പോകണം. അല്ലാതെ ഇവർ യൂണിലാറ്ററൽ ഡിപ്ലോമസിയുമായിട്ട് അമേരിക്കയുടെ കാലിൻ്റെ അടിയിൽ തന്നെ കഴിഞ്ഞുകൂടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എക്കാലത്തും ഇത് തന്നെയാണ് അവസ്ഥ. ഇന്ന് ട്രംപ്, നാളെ വേറെ ആരെങ്കിലും വന്നാലും ഇവരെ ഇതേപോലെ ചവിട്ടി തേക്കും. അതിന് ഇവർ തയ്യാറാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല, അവർക്ക് എന്തു ആവാം. വളരെ നിർണായകമായിട്ടുള്ള യൂറോപ്പിനെ കുറിച്ചുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.